കെ മുരളീധരനെ കുറേയായിട്ട് അദ്ദേഹം മന്ത്രിയായതിനു ശേഷമൊന്നും ഒട്ടും അഭിനന്ദിക്കാനോ എപ്പോഴും വിമർശിക്കാൻ മാത്രമേ അവസരം കിട്ടിയുള്ളൂ ഇതുവരെ. ഇദ്ദേഹം ഇത് തുറന്നു പറഞ്ഞതിൽ ഞാൻ അദ്ദേഹത്തിന് ഒരു അഭിനന്ദനം കൊടുക്കുക. ഇതെന്താ വലിയ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷേ എന്നാലും ഇത്രയും നിന്ദ്യമായിട്ടുള്ളൊരു പരാമർശം നടത്തിയ ആൾക്ക് അനുകൂലമായിട്ട് ഇങ്ങനെ ഒരു നിലപാട് വന്നിട്ട് അതിനെതിരെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാൾ എന്ന് വർത്തമാനം പറയുമ്പോൾ, ഇയാൾ പറഞ്ഞത് മോശം കാര്യമാണെന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു വാല്യൂ പൊതുസമൂഹത്തിനുണ്ട്. ഇപ്പോൾ ഗോവിന്ദൻ മാഷ് വി കെ സനോജൊക്കെ പറഞ്ഞു അവരവരുടെ പ്രതിപക്ഷത്താണല്ലോ, പക്ഷേ ഭരണപക്ഷത്ത് തന്നെയുള്ള ഒരാൾ ഇതൊരു വീഴ്ചയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു വാല്യൂ ഉണ്ട്. എന്തുകൊണ്ടാണതെന്ന് വെച്ചാൽ 27-ാം തീയതി ജൂലൈ ഇയാൾക്കെതിരെ പരാതി വന്നു, ഈ മോഹൻദാസിനെതിരെ. 29-ാം തീയതി കേസെടുത്തു, 2 ദിവസം കഴിഞ്ഞിട്ടാണ് എടുത്തത്. എന്നിട്ട് 11 ദിവസം കഴിഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്തത്. 11 ദിവസം. എന്താണ് അയാൾ നടത്തിയ പരാമർശം? അയാളിപ്പോൾ നമ്മൾ എല്ലാ മാധ്യമങ്ങളും ഞാൻ നോക്കുമ്പോൾ വിദ്വേഷ പരാമർശം എന്നൊക്കെയാണ് പറയുന്നത്. കാരണം നമ്മൾക്ക് നമ്മുടെ ഭാഷയിൽ ആളുകളെ പേടിപ്പിക്കാതിരിക്കാനുള്ളൊരു കാര്യം വേണമല്ലോ, അതുകൊണ്ട് വിദ്വേഷ പരാമർശം എന്നാണ് എല്ലാവരും പറയുന്നത്. ബലാത്സംഗ ആഹ്വാനമായിരുന്നു, കൊലപാതകത്തിലുള്ള ആഹ്വാനമായിരുന്നു, അല്ലേ? എല്ലാവരെയും വെടിവെച്ച് കൊല്ലണം സമരം നടത്തുന്ന ആളുകളെ. പിന്നെ ചിരിച്ചുകൊണ്ട്, ഒരു അശ്ലീലമായ ചിരിച്ചുകൊണ്ട് ഇവരെല്ലാം ബലാത്സംഗം ചെയ്യണം. ബലാത്സംഗം ചെയ്യുമ്പോൾ കുറേ പേർ കൊല്ലപ്പെടും. പിന്നെ ബലാത്സംഗം പിന്നെ അവർക്ക് ഇഷ്ടമുള്ളതാണല്ലോ. ബലാത്സംഗം എന്ന് വെച്ചാൽ എന്താണ്? റേപ്പ്, ബലാത്സംഗം ചെയ്യുക, സ്ത്രീകൾക്കെതിരായിട്ട് റേപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ അവരെ, അത് ഏതെങ്കിലും ഒരു ക്രൈമിൻ്റെ ഏറ്റവും കൂടിയ, മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൈമുകളിലൊന്നാണ് ബലാത്സംഗം. അവരെ മനസ്സിലാലും ശരീരത്താലും കൊന്നുകളയുക എന്നുള്ളതാണത്. എന്ന് വെച്ചാൽ അത് ഇപ്പം ഞാൻ ഹർഷനെ തലക്കെട്ടൊരു കൂടം കൊണ്ട് അടിക്കുന്നു, അതുപോലൊരു പ്രക്രിയയാണത്. അപ്പോൾ ആരെങ്കിലും പറയുമോ, ഏതെങ്കിലും വിവരമുള്ള ആൾ പറയുമോ കൂടം കൊണ്ട് തലക്കടിയേൽക്കുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്ന്? അപ്പോൾ ഏത് നിലക്ക് നോക്കിയാലും അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള, ക്രൂരമായിട്ടുള്ള, സമീപകാലത്ത് ഒരു രാഷ്ട്രീയ നേതാവും സമീപകാലത്ത് ഒരു സാമൂഹ്യ പ്രവർത്തനം പറയാത്ത അത്രക്ക് നിന്ദ്യവും ദുഷ്ടവും ക്രൂരവുമായിട്ടുള്ള അതിരിൻ്റെ അങ്ങേ തലക്ക് കടന്നു പോയിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇയാൾ നടത്തിയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. RSSൻ്റെ സഹയാത്രികനും ഇപ്പോൾ RSSോടൊപ്പം നിൽക്കുന്ന മറ്റു ചില ആളുകളും ഞങ്ങളുടെ സൈദ്ധാന്തികനും എന്ന് പറയുന്നയാളാണിത്. RSSനെ തള്ളിക്കളഞ്ഞു. RSSൻ്റെ സൈദ്ധാന്തികൻ എന്നാണല്ലോ ഇയാളെ പലരും വിശേഷിപ്പിക്കുന്നത്. ഇത് കൂടെയുള്ള ചില ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾ RSS. പക്ഷേ RSSനെയും തള്ളിക്കളഞ്ഞു. ഇത് ശരിയല്ലല്ലോ. കാരണം RSS സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുന്ന ആളുകളല്ലേ, അവർക്കിതെങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റും ഇത്രയും നിന്ദ്യമായിട്ടുള്ള പരാമർശം നടത്തുക? അപ്പോൾ ഇത്രയും നിന്ദ്യമായിട്ടുള്ള പരാമർശം നടത്തിയിട്ട് നമ്മൾ വിചാരിക്കുക എന്താ ഹർഷ? നമ്മൾ വിചാരിക്കുക എന്താണ്? ഇപ്പം അയ്യോ ഇത്രയും വലിയ പരാമർശം നടത്തി, ഇതുവരെ ആരും ചെയ്തിട്ടില്ല, ഉടനടി പോലീസ് പോയിട്ട് പിടിക്കും എന്നല്ലേ നമ്മൾ വിചാരിക്കുക? സമൂഹത്തോട് ആകെയുള്ളൊരു കുറ്റകൃത്യം, അതായത് റേപ്പ്, സ്ത്രീകൾക്കെതിരായിട്ടുള്ള ലൈംഗികമായിട്ടുള്ള നോട്ടം കൊണ്ടുപോലുള്ള അവരെ ഉപദ്രവിക്കൽ അതിഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്, കുറ്റമാണ്. ഈ സമൂഹത്തിൻ്റെ പാതിയിലേറെയുള്ള സ്ത്രീജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും വലിയ ക്രൈം എന്ന നിലയ്ക്കിപ്പോൾ ആധുനിക സമൂഹം ഏറ്റവും ഗുരുതരമായിട്ടും ഗൗരവതരമായിട്ടും എടുക്കുന്നൊരു കാര്യത്തെ തമാശ മട്ടിൽ ചിരിച്ചു പറയുന്നൊരു കാര്യം പൊതുസമൂഹത്തിലേക്ക് വീഡിയോ ആയിട്ട് പ്രചരിപ്പിച്ചത് അങ്ങേറ്റം നിന്ദ്യമായിട്ടുള്ള കാര്യമായിട്ട് എടുക്കണ്ടേ? ഒരു ഗൗരവതരമായിട്ടുള്ള കുറ്റം. ലോകത്തിലെവിടെയാണെങ്കിലും അങ്ങനെ എടുക്കുക, അങ്ങനെ പറഞ്ഞു പോകാൻ ആർക്കും പറ്റില്ല. പക്ഷേ 11 ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പോലീസ് 11 ദിവസം എടുത്തു. അദ്ദേഹത്തിൻ്റെ തൊപ്പിയിൽ ഓപ്പറേഷൻ തൂഫാൻ്റെ തൂവലിനേക്കാൾ ഉയരത്തിൽ, 10 അടി ഉയരത്തിൽ ഈ തൂവൽ കിടക്കും. അദ്ദേഹത്തിൻ്റെ തൊപ്പിയിലെ തൂവലായിട്ട് ഈ 11 ദിവസത്തെ ഗ്യാപ്പ് കിടക്കും. എങ്ങനെയാണ് 11 ദിവസം നിൽക്കാൻ പറ്റുക? പിറ്റേന്ന് ചോദിച്ചപ്പോൾ ഞാനാണോ അറസ്റ്റ് ചെയ്യേണ്ടത്? പിറ്റേന്ന് ഞാൻ നോക്കുമ്പോൾ ഈ TG മോഹൻദാസ് ഇയാൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ചിരിച്ചുകൊണ്ട് അയാളുടെ യൂട്യൂബ് ചാനലിൽ. അതായത് അയാൾക്ക് അതിനുള്ള വിശദീകരണവും വീണ്ടും വർത്തമാനം പറയാനുള്ള അവസരം ഉണ്ടായിക്കൊടുത്തു. എന്നിട്ട് ഓപ്പറേഷൻ തൂഫാൻ എന്താണ്? വലിയ സംഭവമാണ്, നമ്മളത് പറഞ്ഞു. മയക്കുമരുന്നിൻ്റെ വ്യാപനം, സമൂഹത്തിൽ മയക്കുമരുന്ന് ചെറുപ്പക്കാരെയും പൊതുസമൂഹത്തെ ദുഷിപ്പിക്കുന്നു. ഇത്തരം വർത്തമാനത്തിൻ്റെ വ്യാപനവും പൊതുസമൂഹത്തിലെയും ചെറുപ്പക്കാരെ ആകെയും ദുഷിപ്പിക്കും. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം എന്ന് വെച്ചാൽ അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കുട്ടി, ഒരു യുവാവ്, ഇതൊക്കെ സാധാരണമായ കാര്യമല്ലേ എന്ന് സാധാരണീകരിക്കാൻ, അതിനെ വ്യാപിപ്പിക്കാൻ, മയക്കുമരുന്നിനെ പോലെ തന്നെ MDMAയുടെ വ്യാപനം പോലെ തന്നെ അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ളൊരു കാര്യത്തിൻ്റെ വ്യാപനത്തിന് ഒരു അങ്ങേയറ്റത്തെ എക്സ്ട്രീമായിട്ടുള്ള നിലപാടെടുത്തയാളാണ് TG മോഹൻദാസ്. ഓപ്പറേഷൻ തൂഫാൻ പോലെ തന്നെ അതിനേക്കാൾ ശക്തമായിട്ട് നടപടിയെടുക്കേണ്ട ഒരു കാര്യത്തിന് പോലീസ് 11 ദിവസം കഴിഞ്ഞിട്ട്, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പോലീസ് 11 ദിവസം കഴിഞ്ഞിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എന്നിട്ട് അറസ്റ്റ് ചെയ്തിട്ടോ, ഇളം തന്നൽ പോലത്തെ അറസ്റ്റ്, നമ്മൾ ഇന്നലെയും പറഞ്ഞല്ലോ, അറസ്റ്റ് ചെയ്തിട്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട് നോട്ടീസ് കൊടുക്കണം എന്ന്. അത് പാലിച്ചില്ല. ഇപ്പം റാമിൻ്റെ കാര്യത്തിൽ എന്ന പോലെ അത് പാലിച്ചാൽ ആ നിലക്ക് കൂടെ മുന്നോട്ട് പോകേണ്ടി വരും. ഇത് ഇങ്ങനെ പോയിട്ട് അറസ്റ്റ് ചെയ്താൽ ഈസി ആയിട്ട് ജാമ്യം കിട്ടും. അതിനല്ലേ വർഷ ചെയ്തു കൊടുത്തത്, അതിനാണ് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുത്തത്. അപ്പോൾ ആ ലൂപ്പ് ഹോൾ, ഇപ്പം കെ മുരളീധരൻ പറഞ്ഞ ലൂപ്പ് ഹോൾ എവിടെ നിന്ന് എന്താണ്? ആ ലൂപ്പ് ഹോൾ പോലീസ് ഇട്ട് കൊടുത്തതാണ്. അതായത് നോട്ടീസ് കൊടുക്കാതെ അറസ്റ്റ് ചെയ്യുക, അപ്പോൾ അയാൾ ഇറങ്ങി അങ്ങ് പോകും. ഇതിപ്പോൾ ഇയാൾ ഇത്രയും നിന്ദ്യമായിട്ടുള്ള വർത്തമാനം പറഞ്ഞു, ഇയാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഇയാൾക്ക് പ്രായമുണ്ട്, ഇയാൾക്ക് ഗൗരവതരമായിട്ടുള്ള രോഗാവസ്ഥയുണ്ട്, കോടതി അത് കാണും.
കോടതി അത് കണ്ട് ആ നിലക്ക് തന്നെ പരിഗണിക്കൂ കാര്യങ്ങൾ, അല്ലാതെ ഉടനടി കൊണ്ടുപോയി ജയിലിലിടുമെന്നൊന്നും പറയില്ലായിരിക്കാം. കാരണം ആരോഗ്യ പക്ഷേ ഈ കേസ്, ഈ പരാതി, ഈ പറഞ്ഞ വർത്തമാനത്തിനുള്ള നിയമ നടപടി കർക്കശമായിട്ട് പോകുന്നു എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തമുള്ള രമേശ് ചെന്നിത്തല ഞാനെന്താക്കാനാണെന്ന് കൈമലർത്തി. അദ്ദേഹം ഈ പറയുന്ന ഭയങ്കരമായിട്ട് തൂഫാൻ എന്ന് പറഞ്ഞ് അങ്ങ് നടക്കുകയാണ്. പക്ഷേ ഇത്രയും നിന്ദ്യമായിട്ടുള്ള പരാമർശം നടത്തിയ ആളെ 11 ദിവസം ഇങ്ങനെ വിട്ടു. പോലീസ് ഇത് മാത്രമല്ല ചെയ്ത ലൂപ്പുകൾ. പോലീസ് 15 പേരുടെയോ മറ്റോ പരാതി ഉണ്ടായിരുന്നു. അതിനകത്ത് സാമൂഹ്യ പ്രവർത്തകരായുള്ള സ്ത്രീകളുണ്ടായിരുന്നു. നമ്മളീ പറയുന്ന കാര്യം ഇത്രയ്ക്ക് ഗൗരവതരമാണിതെന്ന് പറയുന്ന സ്ത്രീകളുണ്ടായിരുന്നു. അവരുടെ ആരുടെയും പരാതിയിൽ കേസെടുക്കാതെ ഒരു SDPI നേതാവിൻ്റെ പരാതിയിൽ കേസെടുത്തു. എന്താ അതിൻ്റെ അവരുടെ ലക്ഷ്യം എന്താ? അതായത് ഇത്രയും സ്ത്രീകൾ, സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഗൗരവത്തോടു കൂടി കൊടുത്ത തന്നെ ഒരു പരാതി അവിടെയുണ്ട്. SDPIക്കാരനും ഗൗരവത്തോട് കൊടുത്ത പരാതി തന്നെയാണ്. ആ പരാതി തള്ളിക്കളേണ്ടായിരുന്നില്ല. പക്ഷേ ഇത്രയും 15 സ്ത്രീകൾ, 15 പേരുടെ പരാതി അവിടെ ബാധിക്കപ്പെട്ടവർ എന്ന് പറയാവുന്ന ആളുകൾ, കോടതിക്ക് ഇത് ബാധിക്കപ്പെട്ട ആളുകൾ. ഇപ്പോൾ ഒരു സ്ത്രീ എന്നിട്ട് ഞങ്ങളെ ഇത് ബാധിച്ചു, മാനസികമായിട്ട് ഞങ്ങൾക്ക് ട്രോമ ഉണ്ടാക്കി, ഇത് വലിയ ദുരിതവും ദുഃഖവും ഉണ്ടാക്കി, വിഷമം ഉണ്ടാക്കി എന്ന് ബാധിക്കപ്പെട്ടവരായിട്ട് അവിടെ ചെന്ന് പറയാൻ പറ്റുന്ന 15 സ്ത്രീകളുടെ പരാതി മാറ്റിവെച്ചിട്ട് ബാധിക്കപ്പെട്ട ആളല്ലല്ലോ എന്ന് നിയമത്തിൻ്റെ ദൃഷ്ടിയിലൂടെ നോക്കാനാകുന്ന ഒരു SDPI നേതാവിൻ്റെ പരാതിയിൽ എടുത്തിട്ട് ഈ ലൂപ്പ് ഹോളുകളെല്ലാം പോലീസ് ഇട്ട് കൊടുത്തു. ഇതാണ് പിന്നെ പോലീസ്, ഇതാണ് രമേശ് ചെന്നിത്തലയുടെ പോലീസ്. രമേശ് ചെന്നിത്തലയ്ക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു RDXൻ്റെ ഒരു അധ്യായം അപ്പാടെ എടുത്ത് രമേശ് ചെന്നിത്തലയെ അഭിവാദ്യങ്ങൾ എന്ന് പറയുന്നു. ഇതിൽ നിങ്ങളുടെ തൊപ്പിയിലെ ഓപ്പറേഷൻ തൂഫാൻ്റെ തൂവലുകൾ നിൽക്കുകയാണെങ്കിൽ അതേക്കാൾ എത്രയോ ഉയരത്തിൽ ഈ ചീഞ്ഞളിഞ്ഞ തൂവലൂടെ നിൽക്കുകയാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്കുള്ള ഇങ്ങനെയല്ല ആഭ്യന്തരമന്ത്രി പ്രവർത്തിക്കേണ്ടത്. അത് ഇത്രയും നിന്ദ്യമായിട്ടുള്ളൊരു കേസ് കഴിഞ്ഞ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അയാളെ ഇപ്പോൾ മാറ്റാനൊന്നും പറ്റില്ല. ഇത്രയും പ്രായമായുള്ള ഒരാളെ അയാളെന്തോ സ്വയം ഒരു സൈദ്ധാന്തികരാണെന്ന് വിചാരിക്കുകയും കുറേ ആളുകൾ സൈദ്ധാന്തികരാണെന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പക്ഷം തന്നെ അയാളുടെ രാഷ്ട്രീയ പക്ഷം തന്നെ അയാളെ തള്ളിക്കളഞ്ഞു. എന്നിട്ടും അങ്ങനെ പിന്തുണ കിട്ടും, എന്തുതരം ഹിംസാത്മകതയ്ക്കും പിന്തുണ കിട്ടുന്ന ഒരു സൊസൈറ്റി ആണ് ലോകത്തെമ്പാടുള്ളത്. അതുകൊണ്ട് ഏതൊരു ഹിംസാത്മകർക്കും പിന്തുണ കിട്ടും. പക്ഷേ അയാളുടെ സംഘടന എന്ന് പറയുന്ന സംഘടനയെ തള്ളിക്കളഞ്ഞാണ്. അപ്പോൾ കാണിച്ച RSS കാണിച്ചില്ലേ ആ മാന്യത, അതുപോലും ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായോ, ഈ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്നുണ്ടായോ, ഈ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായോ എന്ന് അവർ പരിശോധിക്കട്ടെ.